അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ആദ്യം തന്നെ അത് പറഞ്ഞിരിക്കാം. അപ്പോൾ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിക്കാണത്തില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡയറി മിൽക്കാണ് കേട്ടോ. നട്ട്സ് ഇട്ട ഡയറി മിൽക്ക്. അത് ഞാനൊന്ന് മെൽറ്റ് ചെയ്യാൻ ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ വെച്ചിരിക്കുക. അതിനുള്ള പാത്രം എൻ്റെ കയ്യിലുള്ള പാത്രത്തിൽ ഞാൻ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു കോണിൽ കൂടെ നടന്നു. ഞാൻ വേറൊരു പാത്രത്തിൽ എണ്ണയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളേ. പിന്നെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തു. പിന്നെ ഒരു ബ്രെഡ് എടുത്തു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാര്യം എന്താണെന്ന്. അത് തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡോണട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്രെഡ് ഒരു 3-4 കഷ്ണം എടുത്തു. അതിൻ്റെ സൈഡുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാനത് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കി എടുക്കുകയാണ് കേട്ടോ. അതിനി നമ്മളിങ്ങനെ കുഴച്ച് മാവ് പരുവത്തിൽ ആക്കണം. പക്ഷേ എൻ്റെ കുഴപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ആ മാവ് അങ്ങോട്ട് ശരിയായി വന്നില്ല. പിന്നെ ഉള്ളതുപോലെ ആവട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ നമ്മുടെ ഉഴുന്നുവട ഷേപ്പിൽ അതൊന്ന് കുഴച്ചെടുത്ത് ഇനി അതിനൊരു ഹോളൊക്കെ ഇട്ട് നമ്മുടെ ഡോണട്ട് ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. അതിൻ്റെ തത്രപ്പാടിലാണ് ഞാൻ കേട്ടോ. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം അതൊരു ഫെയിലിയർ ആയിരിക്കും. പക്ഷേ നമ്മൾ തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇതിലൊന്നും നമ്മളെ തളർത്താൻ കഴിയില്ല എന്ന് വെച്ചിട്ട് ഉള്ള ഷേപ്പിലൊക്കെ ഞാൻ ആദ്യത്തേത് വറുത്തിങ്ങെടുക്കുകയാണ് കേട്ടോ. നോക്കിയാൽ നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിക്കുക. അത് നല്ലതാണ് ആരോഗ്യത്തിന്. ചിരി എപ്പോഴും നല്ലതാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തേത് കോരിയെടുത്തു. രണ്ടാമത്തേത് ഏകദേശമൊക്കെ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തു കേട്ടോ. ഏകദേശമൊക്കെ റൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഷേപ്പ് അല്ലല്ലോ നമുക്ക് കാര്യം, നമുക്ക് ടേസ്റ്റ് ഉണ്ടോ രുചി ഉണ്ടോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിതൊക്കെ അങ്ങ് വിടാം. ഷേപ്പ് ഉള്ള പോലെയൊക്കെ മതിയെന്നേ. ഇപ്പോൾ ഉള്ള ഷേപ്പിൽ ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും തിന്നുമ്പോൾ നല്ല ഡോണട്ടിൻ്റെ ടേസ്റ്റ് വരണം. നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തേത് ഏകദേശമൊക്കെ ആയി ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് മെൽറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നട്ട്സ് ഉള്ള ഡയറി മിൽക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ സ്പ്രിങ്കിൾസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ സാധനങ്ങളും ഒരു 5-6 ഉണ്ടായിരുന്നു കേട്ടോ. വറുത്ത് കോരി നമ്മൾ ചോക്ലേറ്റിൽ മുക്കി എടുത്തു. ആദ്യം നമ്മൾ ഷേപ്പ്ലെസ് ആയിട്ട് ഉണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ, അതാണ് ഈ 2 കേട്ടോ. അതിനെ ഞാനിങ്ങനെ ചോക്ലേറ്റിൽ മുക്കി കുഴച്ചിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഷേപ്പൊന്നും കാര്യമാക്കണ്ടെന്നേ, ഷേപ്പിലൊക്കെ എന്തിരിക്കുന്നു. അപ്പം നമ്മൾ വറുത്ത് വെച്ച ആദ്യത്തെ ഷേപ്പ്ലെസ് 4 മാറ്റി. അപ്പോൾ ഷേപ്പുള്ള 2 എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയും കൂടെ ചോക്ലേറ്റിൽ മുക്കി ഇങ്ങനെ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നട്ട്സ് ഉള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ സ്പ്രിങ്കിൾസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഏകദേശം ഒരു 6-7 സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വലുപ്പത്തിൽ ഒരു 6 നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ. ഷേപ്പോ ശരിയായില്ല, ഇനിയും ടേസ്റ്റെങ്കിലും ഉണ്ടോ നോക്കാം. ഗണപതിക്ക് കൊടുക്കുക എന്ന് പറയുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷിക്കാതെ ഞാൻ തന്നെ ആദ്യം അങ്ങ് ടേസ്റ്റ് ചെയ്തു. എൻ്റെ കർത്താവേ, പറയാനൊന്നുമില്ല. സൂപ്പർ സാധനം, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി കുഞ്ഞു മണീസിനോട് കൊടുത്ത് അവർക്കൂടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണം. എന്തായാലും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇൻസ്റ്റൻറ്റ് ഡോണട്ട് അടിപൊളിയാണ് കേട്ടോ. എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. സൂപ്പർ സാധനമാണ്. അപ്പോൾ കുഞ്ഞു മണീസിന് ഞാൻ കൊടുത്തപ്പോൾ അവരുടെ എക്സ്പ്രഷൻ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൈ കിട്ടിയപ്പോൾ അവർ ഹാപ്പിയായി. അപ്പം നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.